ക്രിപ്റ്റോസ് തന്ത്രിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, വിന്റേജ് രോഹിത് ശർമ്മ റിട്ടേൺസ് ഇൻ സ്റ്റൈൽ ടു ഷോ വാട്ട് മുംബൈ മിസ്ഡ് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ശരിയല്ലേ? ശർമ്മ അദ്ദേഹത്തിന്റെ വിന്റേജ് സ്റ്റൈലിലേക്ക് തിരിച്ചു വന്നു. ഇതാണ് കുറച്ചു കാലം മുംബൈ മിസ് ചെയ്തത്. അദ്ദേഹത്തിന് കുറച്ചു കാലം ഇഞ്ചുറി പറ്റിയിട്ട് കളിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു 4-5 കളി ഹാംസ്ട്രിങ് ഇഞ്ചുറി പറ്റിയിട്ട്. പക്ഷെ ഇന്നലെ അദ്ദേഹം കളിച്ചു, എതിരാളികൾ മുട്ടിടിച്ചു. നമുക്കറിയാമല്ലോ, ഈ കണ്ടില്ല ആദ്യത്തെ കളി മുംബൈയും KKR കളിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? KKR വലിയ സ്കോർ എടുക്കുന്നു, പക്ഷെ അനായാസം മുംബൈ മറികടക്കുന്നു. റയാൻഡ്രിക്കൽ ഹിറ്റ്മാന്റെ ഒരു പാർട്ട്ണർഷിപ്പ് 100+ പാർട്ട്ണർഷിപ്പ് ആയിരുന്നു വിജയത്തിലേക്ക് പോകുന്ന കാഴ്ച. ഇന്നലെയും അങ്ങനെ തന്നെയല്ലേ? 100+ പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. 2 പേരും കൂടി അടിച്ചെന്ന് തകർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോ LSG കോച്ചായിട്ട് ജസ്റ്റിൻ ലാംഗറിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അതിലേക്ക് ഒന്ന് നോക്കാം. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? വാട്ട് എ പ്ലെയർ, വാട്ട് എ പ്ലെയർ, വാട്ട് എ പ്ലെയർ. ജസ്റ്റിൻ ലാംഗർ പറയാണ്, രോഹിത് ശർമ്മയെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, I always knew as an opposition player with the Australian team and I now know as an opposition player with Lucknow Super Giants. അദ്ദേഹം പറയുന്നത് വാട്ട് എ പ്ലെയർ ഹി ഈസ്. ആരെ കുറിച്ച്? ഹിറ്റ്മാനെ കുറിച്ചിട്ട്. അതാണ് വാട്ട് എ പ്ലെയർ ഈസ്. നമുക്കും പറയാനല്ലേ എത്ര മനോഹരമായ പ്ലെയർ ആണ് അദ്ദേഹം. And there is brilliance of the IPL that every night on TV or at the ground we watch some of the greatest talent on the earth എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു ഘട്ടത്തിൽ രോഹിത് ശർമ്മ 15 പന്തിൽ 15 റൺസുമായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 100 റൺസാണ്. സ്ലോ ഓഫ് ദി ബ്ലോക്ക് അല്ലെങ്കിൽ സഡൻലി ഷിഫ്റ്റ് ഗിയേഴ്സ്, സഡൻലി ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു. സിക്സറുകളും ഫോറുകളും മഴയായിട്ട് ബാറ്റിംഗ് പെയ്യുന്ന കാഴ്ച. ആവേശ് ഖാൻ തുടങ്ങുന്നത് 21 റൺസാണ്. ആവേശ് ഖാന്റെ ഓവറിൽ അടിച്ച് കൂട്ടുന്നത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പോലെയാണ് ബാറ്റ് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു സ്പിന്നർ അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ മണിമാരൻ സിദ്ധാർത്ഥർക്ക് അദ്ദേഹം അടിച്ചടിയുണ്ടല്ലോ, അത്ര ബ്യൂട്ടി ആയിരുന്നു അത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഡോണ്ട് വറി അബൌട്ട് രോഹിത് ബാറ്റിംഗ്, സോ ദാറ്റ്സ് ജസ്റ്റ് ബ്രില്യൻസ്. ഐ തിങ്ക് ഇറ്റ്സ് ജീനിയസ് ബിക്കോസ് ഹി ഹാഡ് റിയാൻ റിക്കിൾട്ടൺ അറ്റ് ദി അതർ എൻഡ്. റിയാൻ റിക്കിൾട്ടന്റെ ബാറ്റിംഗ് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. രോഹിത്തിന്റെ സ്ലോ സ്റ്റാർട്ട് പഠിക്കാനില്ല, കാരണം ഒരു ഭാഗത്ത് റിയാൻ റിക്കിൾട്ടൺ അടിച്ചങ്ങ് കളിക്കുന്നുണ്ട്. അപ്പൊ അതൊരു ഗ്രേറ്റ് പാർട്ട്ണർഷിപ്പ് ആവുന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളും വേണ്ടല്ലോ. പിന്നെ വെരി എക്സ്പീരിയൻസ് ബാറ്റിംഗ് അവർക്കുണ്ടെന്നും നമ്മുടെ ജസ്റ്റിൻ ലാംഗർ പറയുന്നുണ്ട്. പിന്നെ റയാൻ റിക്കിൾട്ടൺ മറ്റേ 32 പന്തിൽ 83 റൺസ് ഉണ്ട്. അതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥ അതാണ് രോഹിത് ശർമ്മയുടെ ഗിയർ ചേഞ്ച് ചെയ്യാനുള്ള കാര്യമെന്ന് കൂടി ഇപ്പോൾ ജസ്റ്റിൻ ലാംഗർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും മുംബൈക്ക് ഇപ്പോൾ ഹിറ്റ്മാൻ ഫോം ആയതായിരിക്കും ഒരു വലിയ രീതിയിൽ ബാറ്റ് ഉണ്ടാക്കിയത് സംശയങ്ങൾ വേണ്ട. വിന്റേജ് ഹിറ്റ്മാൻ തിരിച്ചു വന്നതിന്റെ കാര്യത്തിൽ ഒരു തർക്കവുമായിരിക്കും വേണ്ട. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്താം.